ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീട്ടാവശ്യത്തിനായി വറുത്ത അരിപ്പൊടി തയ്യാറാക്കിയതിൻ്റെ വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത്. റെഡിമെയ്ഡ് അരിപ്പൊടി ഞാൻ വാങ്ങാറില്ല, വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സാണ് ഒന്ന് ഷെയർ ചെയ്തത്. ഇന്ന് ഞാൻ 10 കിലോ വറുത്ത അരിപ്പൊടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലേക്കായി 5 കിലോ പച്ചരിയും 5 കിലോ ഇഡ്ഡലി അരിയുമാണ് വാങ്ങിയിട്ടുള്ളത്. പച്ചരിക്ക് 190 രൂപയും ഇഡ്ഡലി അരിക്ക് 210 രൂപയും 5 കിലോ വീതം ആണ് ചിലവായത്. ആകെ 400 രൂപയ്ക്ക് അരി കിട്ടി. 5 കിലോ പച്ചരിയും 5 കിലോ ഇഡ്ഡലി അരിയും. ഇത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് വറുക്കുന്നതിന് 250 രൂപ ചാർജായി. അപ്പം ആകെ 650 രൂപയ്ക്കാണ് എനിക്ക് 10 കിലോ വറുത്ത അരിപ്പൊടി തയ്യാറാക്കാനായത്. അപ്പം അത് ലാഭമോ നഷ്ടമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ വറുത്ത അരിപ്പൊടി പുറത്തുനിന്ന് വാങ്ങാത്തത് കൊണ്ട് അതിൻ്റെ വില നിശ്ചയമില്ല. എങ്ങനെയായാലും അത് വൃത്തിയായി എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു എന്നൊരു മനസംതൃപ്തി അത്രമാത്രം. അപ്പോൾ അത് പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അളവ് കൂടുതലുള്ളത് കൊണ്ട് കുറേശ്ശെയായിട്ട് കഴുകാനായിരിക്കും സൗകര്യം. 10 കിലോ ഉണ്ടല്ലോ. ഈ കാണുന്നതാണ് പച്ചരി, ഇത് ഇഡ്ഡലി അരി അല്ലെങ്കിൽ ഡൊപ്പി അരി എന്ന് പറയും. അപ്പോൾ അത് കഴുകാൻ സൗകര്യത്തിന് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് പല പ്രാവശ്യം വെള്ളം മാറ്റി വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അളവ് കൂടുതലുള്ളത് കൊണ്ട് കുറേശ്ശെയായിട്ട് പല പ്രാവശ്യമായിട്ട് കഴുകി ഊറ്റി വാരിയെടുക്കുന്നുണ്ട്. ഈ കഴുകൽ മാത്രമാണ് ഇതിലൊരു പ്രയാസമായിട്ടുള്ളത്, ജോലി എന്ന് പറയാനായിട്ട്. അത് 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒരു ബാഗിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് മില്ലിൽ കൊണ്ടു കൊടുക്കുക, അവർ പൊടിച്ച് വറുത്ത് തരും. ഈ അരിപ്പൊടി കൊണ്ടുവന്നാൽ അതിൽ കുറച്ച് ചൂട് കാണും. അപ്പോൾ അത് ഞാൻ മേശമേൽ പേപ്പർ നിരത്തിയിട്ട് ഈ പൊടിയിട്ട് ആ പൊടി ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആ ചൂടൊന്ന് ആറിക്കിട്ടും. ചൂടോടെ ഇട്ട് വെച്ചാൽ പൊടി ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചൂടൊന്ന് ഇട്ടിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. എത്ര നാൾ വേണമെങ്കിലും ഈ പൊടി കേടുകൂടാതെ ഇരിക്കും. നമുക്ക് വീട്ടാവശ്യത്തിന് അരിപ്പൊടി ഉപയോഗിച്ച് എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു അതിനെല്ലാം ഈ പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇഡ്ഡലി അരി കൂടി ചേർത്തതിൻ്റെ കാരണമെന്നാൽ ഇഡ്ഡലി അരി ചേർക്കുമ്പോൾ പലഹാരങ്ങൾ കൂടുതൽ സോഫ്റ്റ് ആവും. നമ്മൾ ഇടിയപ്പവും പുട്ടും ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതിനാണ് പകുതി ഇഡ്ഡലി അരി കൂടി ചേർക്കുന്നത്. അപ്പോൾ ഇത് എത്ര നാളിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണക്ക്. അപ്പോൾ എന്നും അരിപ്പൊടി കൊണ്ടുള്ള പലഹാരങ്ങളല്ലല്ലോ. അപ്പോൾ എത്രമാത്രം ഉപയോഗിക്കുന്നു അതനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ എനിക്കിത് ദോശമാവും എല്ലാം മാറി മാറി ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി നാളത്തേക്ക് വരും. ഇത് കൂടുതൽ നാൾ സൂക്ഷിച്ച് വയ്ക്കാനാവും. തീരാറാവുമ്പോൾ ഞാൻ വീണ്ടും അടുത്ത ബാച്ച് തയ്യാറാക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടാവും. എങ്കിലും എൻ്റെ അനുഭവം കൂടി ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. നല്ല സോഫ്റ്റ്, വൃത്തിയുള്ള, മനസ്സിന് പിടിക്കുന്ന അരിപ്പൊടി തയ്യാറാക്കി. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.